Morning, student. We are going to discuss our chapter, the first atom bomb. In our previous class, we already discussed the introductions part of this chapter about Marshall Junod. Now we move to our chapter, the first atom bomb. And here, look at the first stanza and first paragraph of this chapter. 3 weeks had passed since the 2 atomic bombs had been dropped on Hiroshima and Nagasaki, but we still knew practically nothing about the fate of devastated towns or the innumerable victims. And here the Marshall Junod describes that the whole world may be unaware about the impact, about the catastrophe that happened in Hiroshima as well as in Nagasaki. And the first sentence the 3 weeks had passed since the 2 atomic bombs had been dropped on Hiroshima and Nagasaki. ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്തതിന് അതിൻ്റെ 2 ആഴ്ച കടന്നു പോയത് മുതൽ ബട്ട് വി സ്റ്റിൽ ന്യൂ പ്രാക്ടിക്കലി നത്തിങ് എബൌട്ട് ദ ഫേറ്റ് ഓഫ് ഡിവാസ്റ്റേറ്റഡ് ടൗൺസ് ആൻഡ് ഇന്യൂമറബിൾ വിക്ടിംസ്. പക്ഷേ ഇപ്പോഴും നമുക്ക് എന്തറിയുന്നില്ല അതിൻ്റെ നത്തിങ് എബൌട്ട് ദ ഫേറ്റ് ഓഫ് ഡിവാസ്റ്റേറ്റഡ്, ഏറ്റവും അതിൻ്റെ നശീകരണത്തെക്കുറിച്ച്, അതിൻ്റെ ഡിവാസ്റ്റേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്യൂമറബിൾ ആയിട്ടുള്ള ഒരുപാട് വിക്ടിംസ് ഉണ്ട് അതിനെക്കുറിച്ചോ വി സ്റ്റിൽ അൺഅവെയർ അബൌട്ട് ഇറ്റ് എന്നാണ് മാർഷൽ ജുനൂദ് പറയുന്നത്. സോ and here we can say that the whole world, the entire world might be unaware about the impact, about the catastrophe that happened in Hiroshima and Nagasaki. ലോകത്തിൽ മിക്ക അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇത്തരത്തിലൊരു ആറ്റം ബോംബിൻ്റെ ഡ്രോപ്പ്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇപ്പോഴും അൺഅവെയർ ആണ്. Okay, and again the Marshall Junod says that the Americans wireless had broadcast a very great deal about the preparations made for the use of the new weapons and about its extraordinary power, but information concerning the effect of atomic bombardment was limited to the horrible prophecy for the 70 years at least the radioactivity of the earth around the scenes of explosions will prevent all form of the life from the existence there. And here the Americans wireless had broadcast a very great deal about the preparations, and Americans definitely they worked for the nuclear weapons, and definitely they worked for these constructions of these bombards, and by using their extraordinary power and new weapons, definitely these new weapons and these extraordinary powers that created by the America, but information concerning affect the atomic bombardment. പക്ഷേ ഈ ഒരു ആറ്റമിക് ബോംബാർഡ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഈ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻസ് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും എന്താണ് അൺഅവെയർ അബൌട്ട് ഇറ്റ് എന്നാണ് പറയുന്നത്. അവർ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം അല്ലെങ്കിൽ അത്രയും വലിയുള്ള ഒരു ബോംബാർഡ്മെൻറ്റിൻ്റെ ക്രിയേഷൻസ് അല്ലെങ്കിൽ അവർ നടത്തി. പക്ഷേ ആ ക്രിയേഷൻസ് അവർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എത്രമാത്രം ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൺസേൺസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ബോധം അല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആർക്കും അത്രത്തോളം ഇല്ലായിരുന്നു, അമേരിക്കയ്ക്കും ഇല്ല. പക്ഷേ അവിടെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫസി ഉണ്ട്. പ്രൊഫസി മീൻസ് എന്താ, നമ്മൾ ഫോർടെല്ലിംഗ് എന്ന് പറയും, ഫ്യൂച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രവചനം. എന്ത് പ്രൊഫസിയാണ് ആക്ച്വലി അവിടെ വരുന്നത്? ഫോർ 70 years അറ്റ് ലീസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സീൻസ് ഓഫ് എക്സ്പ്ലോഷൻസ് വിൽ ബി പ്രിവെൻറ്റ് ഓൾ ഫോം ഓഫ് ദ ലൈഫ് ഫ്രം എക്സിസ്റ്റിംഗ് ദ. ഒരു 70 വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ 17 years എന്ന് പറയുന്നത് 70 വർഷക്കാലം അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റീസിൻ്റെ ഈ ഭൂമിയിൽ പതിച്ചിട്ടുള്ള റേഡിയോ വികിരണങ്ങളുടെ റേഡിയോ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്
അവിടെ നിലനിൽക്കുന്ന എൻറ്റയർ ഫോം ഓഫ് ലൈഫിനും എല്ലാ ജീവജാലത്തിനും എന്തുണ്ട് ആ ഒരു എഫക്റ്റ് എന്നുള്ളത് ഒരു 70 വർഷക്കാലത്തേക്ക് വരെ അത് നിലനിൽക്കും എന്നുള്ള ഒരു പ്രൊഫസി, ഒരു ഹൊറിബിളായിട്ടുള്ള ഒരു പ്രൊഫസി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ന് അമേരിക്ക ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആ 2 ആറ്റോമിക് ബോംബിൻ്റെ എഫക്റ്റാണ് ഇപ്പോഴും ഹിരോഷിമയിലും നാഗസാക്കിയിലും പീപ്പിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ എഫക്റ്റ് എത്ര വർഷക്കാലം, 70 ഇയേഴ്സ്, 70 വർഷക്കാലം അതിൻ്റെ എഫക്റ്റ് അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളൊരു ഹൊറിബിളായിട്ട് പ്രൊഫസി അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The Americans I had met the evening before on board the Benevolence had all fallen silent moment I had mentioned the word Hiroshima. And here the Marshal Junod says that whenever I had met the Americans, and they had became silent when he made mentions the Hiroshima. എപ്പോഴാണോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ അമേരിക്കൻസിനോട് ഹിരോഷിമ എന്ന വേർഡ്സ് പറയുമ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയായിരുന്നു? ദേ ബിക്കെയിം സൈലൻറ്റ്. അവർക്ക് എപ്പോഴും ഒരു സൈലൻ്റ് ആയിരുന്നു. അതാണ് അവിടെ പറയുന്നത്. ദ അമേരിക്കൻ ഹാഡ് മെറ്റ് ദ ഈവനിങ് ബിഫോർ ഇൻ ദ ബോർഡ് ബെനവലൻസ് ആൻഡ് ദ മൊമെൻറ്റ് ഐ ഹാഡ് മെൻഷൻ ദ വേർഡ് ഹിരോഷിമ. ഞാൻ എപ്പോഴാണോ അമേരിക്കൻസിനെ ഈവനിങ്സിലോ മറ്റു സമയങ്ങളിലൊക്കെ അമേരിക്കൻസിനെ കാണുമ്പോൾ ഹിരോഷിമ എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഫേസിൽ വരുന്നൊരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവർ എങ്ങനെ ആയിത്തീരും? ദേ ബിക്കെയിം സൈലൻറ്റ്. അവർ സൈലൻ്റ് ആയിത്തീരും, അവർക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ആൻഡ് വെൻ ദേ ക്വസ്റ്റ്യൻഡ് മീ അബൌട്ട് ദ ജപ്പാൻ, ദേ കെയർഫുള്ളി അവോയ്ഡ് ഓൾ മെൻഷൻ ഓഫ് ഇറ്റ്. And when I uttered the word, I think we all felt an indefinable scene of discomfort. And whenever when they questions me about the ജപ്പാനെ കുറിച്ച് അവർ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, മാർഷൽ ജുനൂദ് പറയുന്നു, ഇപ്പോൾ ജപ്പാനെ കുറിച്ചാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ കെയർഫുള്ളി ആയിട്ട് തന്നെ, വളരെ ശ്രദ്ധയോടു കൂടി തന്നെ അവരുടെ ആ ഒരു വേർഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഹിരോഷിമ നാഗസാക്കി എന്നുള്ള ആ വേർഡ്സിൽ നിന്നും അവോയ്ഡ് ചെയ്യാനും വേണ്ടി കെയർഫുള്ളി അവോയ്ഡ് ചെയ്ത് അവരിൽ നിന്നും മാറിപ്പോകും. സോ അത് ഇത്തരത്തിലുള്ള ഈ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിസ്കംഫോർട്ടബിളാണ് അമേരിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നത്. ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ഓഫ് അവർക്ക് അവരുടെ മേ ബി ഒരു ഗിൽറ്റി, ഒരു കുറ്റബോധം ഉണ്ടായിരിക്കാം അബൌട്ട് അവരുടെ ഒരു ആക്ടിവിറ്റീസ് കാരണം, അല്ലെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അവർ കൊടുത്തിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി കാരണം ദേ മേ ബി അവർക്ക് എന്തായിരിക്കാം, ഒരു ഗിൽറ്റി ഫീലിങ്സ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ദേ ബിക്കെയിം സൈലൻറ്റ് വെനെവർ വി മേഡ് ദ വേർഡ് ഹിരോഷിമ എന്ന വേർഡ് കേൾക്കും, അല്ലെങ്കിൽ നാഗസാക്കി എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അമേരിക്കൻസ് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് സൈലൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്തിരുന്ന ഡിസ്കംഫോർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. Okay, look at the next paragraph. For the different reason, the Japanese also maintained the complete silence concerning the disaster which had brought about their sudden defeat. Okay, and here പറയുന്നത് ഫസ്റ്റ് ആറ്റം ബോംബ് the little boy is dropped in Hiroshima. ആൻഡ് ജപ്പാനീസ് ആ സമയത്ത് ജപ്പാൻസ് ഫസ്റ്റ് അമേരിക്ക ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തപ്പോൾ വീണ്ടും ജപ്പാന് കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. വീണ്ടും ജപ്പാൻസ് എന്ത് ചെയ്തു? ദേ വർ നോട്ട് റെഡി ടു സറണ്ടർ. എഗെയിൻ അവർ വീണ്ടും ശക്തി ആർജിച്ച് വീണ്ടും യുദ്ധത്തിന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോയി ആക്രമിക്കാൻ വേണ്ടി ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അതിനുശേഷം അമേരിക്ക വീണ്ടും എന്ത് ചെയ്തു? എഗെയിൻ ഡ്രോപ്പ് ദ ഫാറ്റ്മാൻ എന്ന് പറയുന്നത് നാഗസാക്കിയിൽ കൂടെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷമാണ് ആര് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തിട്ടുള്ളത്? ജപ്പാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ആയിട്ടുള്ളത്. സോ here the Marshal Junod says that for the different reason the Japanese also maintained the complete silence. ജപ്പാനീസും അല്ലെങ്കിൽ ജപ്പാൻസിലുള്ള ആൾക്കാരും എപ്പോഴും ഒരു സൈലൻസ് ആയിരുന്നു. ഡിഫറെൻ്റ് കാരണം കൊണ്ട് അവരും ഈ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇൻസിഡൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അവർ ഓൾവേസ് ടു ബി കംപ്ലീറ്റ് സൈലൻറ്റ് കൺസേണിങ് ദ ഡിസാസ്റ്റർ.
ഈ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചും അവർ എപ്പോഴും ഒരു സൈലൻ്റ് ആയിരുന്നു. ആൻഡ് വിച്ച് ഹാഡ് ബ്രോട്ട് അബൌട്ട് ദ സഡൻ ഡിഫീറ്റ്. അത് ആ ഒരു ഡിസാസ്റ്റർ കാരണമാണ് ജപ്പാൻസിൻ്റെ പെട്ടെന്നുള്ളൊരു സഡൻ ഡിഫീറ്റ്, പെട്ടെന്ന് ഒരു അധപതനത്തിന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള പരാജയത്തിന് ജപ്പാന് കാരണമായത് ഹിരോഷിമയിൽ അല്ലെങ്കിൽ നാഗസാക്കിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോംബാർഡ്സോട് കൂടെയാണ്. സോ അതിനെക്കുറിച്ച് ജപ്പാൻസിനോട് അല്ലെങ്കിൽ ജപ്പാനീസിനോട് സംസാരിക്കുമ്പോഴും അവർക്കും ഉണ്ടായിരുന്ന അവരും എന്തായിരുന്നു, ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ആയിരുന്നു അവർക്കും ഉണ്ടായിരുന്നത്. Okay, look at the next paragraph. It was only through the verbal reports which went from one turn in Japan to the other that we began to have some idea of what sudden cataclysm had meant for the inhabitants of Hiroshima. And here നമുക്കറിയാം, ഓൺലി ത്രൂ ദ വേർബൽ റിപ്പോർട്ട്സ്, ഒരു വേർബൽ റിപ്പോർട്ട്സിലൂടെ മാത്രമാണ് ദ പീപ്പിൾ കുഡ് ഗെറ്റ് ദ ന്യൂസ് അബൌട്ട് ദ കാറ്റക്ലിസം. കാറ്റക്ലിസം മീൻസ് എന്താ, ഒരു വയലൻറ്റ് ഹെവി ആയിട്ടുള്ള ഡിസാസ്റ്റർ, നമ്മൾ പറയുന്ന മഹാദുരന്തം എന്നൊക്കെ പറയാം. ദാറ്റ് ഹാപ്പൻ ഹിരോഷിമ. ഓക്കെ, ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ നടന്നിട്ടുള്ള ഈ കാറ്റക്ലിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചോ ഈ വയലൻസിനെ കുറിച്ചോ ഉള്ളൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്നത് ഏതിലൂടെയായിരുന്നു? ഓൺലി ത്രൂ ദ വേർബൽ റിപ്പോർട്ട്. വേർബൽ റിപ്പോർട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് വാസ് ഓൺലി ത്രൂ ദ വേർബൽ റിപ്പോർട്ട്. വേർബൽ റിപ്പോർട്ടിലൂടെ മാത്രമേ വിച്ച് വെൻറ്റ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ജപ്പാൻ ടു ദ അതർ ദാറ്റ് വി ബിഗാൻ ടു ഹാവ് സം ഐഡിയ. അത് ജപ്പാൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് നടക്കുന്ന ഒരു ജപ്പാൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും മറ്റു ഭാഗത്തിൽ നിന്നൊക്കെ നടക്കുന്ന എല്ലാ ഇൻസിഡൻസിൻ്റെയും റിപ്പോർട്ട്സ് വി ക്യാൻ ഗെറ്റ്, നമുക്ക് കിട്ടിയിരുന്നത് ഓൺലി ത്രൂ ദ വേർബലിലൂടെ അല്ലെങ്കിൽ വേർബൽ റിപ്പോർട്ട്സിലൂടെ മാത്രമായിരുന്നു. ആൻഡ് വാട്ട് സഡൻ കാറ്റക്ലിസം ഹാഡ് മീൻ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഹിരോഷിമ. ഹിരോഷിമയിലെ തന്നെ ഇൻഹാബിറ്റൻസിനെ, ഹിരോഷിമയിലെ തന്നെ ജീവജാലങ്ങൾ, ഓൾ ദ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, എൻ്റർ തിങ്സ് ടു ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദിസ് ബോംബാർഡ്മെൻറ്റ്. സോ ഇതിനെക്കുറിച്ചുള്ള ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവിടെ കിട്ടിയിരുന്നത് വേർബൽ റിപ്പോർട്ടിലൂടെയാണ്. ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ ടുഡേ നമുക്കറിയാം, വി ക്യാൻ ഗെറ്റ് ദ എനി ഇൻഫോർമേഷൻസ് വിത്തിൻ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഏതൊരു ഇൻഫോർമേഷൻസും നമുക്ക് വി ക്യാൻ ഗെറ്റ് ബിക്കോസ് ഓഫ് ദ ഈ ഇപ്പോഴത്തെ ടെക്നോളജി കാരണം. വാട്സപ്പിലൂടെ ആയാലും അത് മറ്റ് ഏത് മീഡിയാസിലൂടെ ആയാലും പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഇൻഫോർമേഷൻസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും എന്ത് ഇൻസിഡൻസ് നടന്നാലും നമുക്ക് കിട്ടും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. വേർബൽ റിപ്പോർട്ടിലൂടെ മാത്രമേ, അതായത് വേർബൽ റിപ്പോർട്ട് മീൻസ് എന്താ, അവിടെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള, അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് നമുക്ക് അന്നത്തെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്താൽ കഴിഞ്ഞിരുന്നത്. ഓക്കെ, വൺ ഓഫ് അവർ സെക്രട്ടറീസ് നെയ്മഡ് നെഹോറ, a half Japanese, sometime repeated to us more or less gist of what was being rumored among the Japanese. And here the Marshal Junood says that there were a woman, our secretary named Nahara. Nahara എന്ന് പറയുന്നവരുടെ ഗ്യാങ്ങിൽ പെട്ടിട്ടുള്ള ഒരു സെക്രട്ടറീസ് ഉണ്ടായിരുന്നു, Nahara. She was a half Japanese. ചില സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യും, റിപ്പീറ്റഡ് ടു അസ് ദ മോർ ഓർ ലെസ് ദ ജിസ്റ്റ് ഓഫ് വാട്ട് ബീൻ റൂമേർഡ് ഇൻ എമംഗ് ദ ജപ്പാനീസ്. ജപ്പാനീസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജപ്പാൻസിലെ അവിടെയുള്ള ആൾക്കാർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള റൂമർ, അവരിങ്ങനെ സംതിങ് നമ്മളിങ്ങനെ പറയുന്നതാണ് റൂമർ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു റൂമേഴ്സിനെ കുറിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു തന്നിരുന്നു. നൊഹാറ എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഇവരുടെ ഗ്യാങ്ങിൽ. അവർ ഹാഫ് ജപ്പാനീസാണ്. അപ്പോൾ ഈ ഹാഫ് ജപ്പാനീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നു. സോ many fugitives had fled from Hiroshima to seek safety with their families. Their first-hand descriptions of horror were profoundly disquieting. ദാറ്റ് മീൻസ് ഇവരോട് പറയുന്ന റിപ്പോർട്ട്സിലുണ്ടായത് കുറേ ഫിഗ്യൂറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഫിഗ്യൂറ്റീവ്സ് മീൻസ് ദേ ആർ എസ്കേപ്ഡ് അല്ലെങ്കിൽ ദേ ഹൈഡ് ഫ്രം ആ ഒരു സ്ഥലത്തിൽ നിന്നും ദേ ഫ്ലഡ് ഫ്രം ഹിരോഷിമയിൽ നിന്നും പോയി
for what to seek the safety with their families. അവരുടെ ഫാമിലീസിൻ്റെ സുരക്ഷിതത്തിനൊക്കെ വേണ്ടി കുറേ ആൾക്കാർ ഹിരോഷിമയിൽ നിന്നും ഫ്ലഡ് ചെയ്തു, അല്ലെങ്കിൽ അവരിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ട്. And their first hand descriptions of horror was profoundly disquieting. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഇൻസിഡൻസ് കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫസ്റ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻസ് മീൻസ് എന്താ, അവർ ഈ ഒരു ഇൻസിഡൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡിസ്ക്രിപ്ഷൻസ്, വിവരണം എന്നുള്ളത് എന്തായിരുന്നു? ദാറ്റ് വാസ് എ ഹൊറർ ആൻഡ് വർ പ്രൊഫൗണ്ട്ലി ഡിസ്ക്വയറ്റ് മീൻസ് ദ ഫീലിംഗ് വെറീസ്. അത്രയും ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ, അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ തന്നെ ഒരു ഹൊറിഫൈങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹൊറർ അവരുടെ ഫീലിങ്സിൽ ഉണ്ടായിരുന്നു. അത്രയും ഒരു ഇവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാറ്റലിസം ആയിരുന്നു അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നുണ്ട്, ദ ബ്ലൈൻഡ് ലൈറ്റ് സഡൻലി ഫ്ലാഷിംഗ് ഔട്ട് ഓഫ് പീസ്ഫുൾ സ്കൈ വാസ് ഫിനോമിനൻസ് മച്ച് മോർ ടെറിബിൾ ദാൻ ആൻ എർത്ത് ക്വേക്ക്. അവിടെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആക്ച്വലി എന്താ പറയുന്നത്, ഒരു ബ്ലൈൻഡ് ലൈറ്റിംഗ് സഡൻലി പെട്ടെന്ന് ഒരു തരത്തിലുള്ള ഫ്ലാഷിംഗ് ലൈറ്റ്, ഒരു ലൈറ്റ് അവരുടെ മുന്നിലൂടെ ഫ്ലാഷ് ചെയ്ത് പോകുന്നത് അവർക്ക് തോന്നി. ഓൺ ദ സ്കൈ എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള സ്കൈയിലൂടെ, ശാന്തമായിട്ടുള്ള ഒരു സ്കൈയിലൂടെ പെട്ടെന്ന് ഒരു ലൈറ്റ് അവരുടെ മുന്നിലൂടെ ഫ്ലാഷ് ചെയ്ത് പോകുന്നത് ഇവർക്ക് തോന്നി. ആൻഡ് വാസ് എ ഫിനോമിന മച്ച് മോർ ടെറിബിൾ ദാൻ എർത്ത് ക്വേക്ക്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തിനേക്കാളും മോറായിരുന്നു, മച്ച് മോർ ദാൻ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്കിനേക്കാളും മോറായിട്ടുള്ള ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു ഫിനോമിന, ഒരു സംഭവമായിരുന്നു അത്. ആൻഡ് ഇറ്റ് വാസ് എ ടൈഫൂൺ ഓഫ് ഗ്ലയർ and heat and wind which had swept suddenly over the earth and left a sea of fire behind it. Then പറയുന്നത് ഇറ്റ് വാസ് എ ടൈഫൂൺ ഓഫ് ഗ്ലയർ. ടൈഫൂൺ മീൻസ് എന്താ, ഒരു ചുഴലിക്കാറ്റാണ് ടൈഫൂൺ എന്ന് പറയുന്നത്. അതുപോലെയായിരുന്നു ഒരു തരത്തിലുള്ള ഒരു ടൈഫൂൺ ഓഫ് ഗ്ലയർ ആയിരുന്നു. അതുപോലെ ഹീറ്റ്, വെരി ഹീറ്റാണ്, ചൂടുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ വിൻഡ്, നല്ല ഹീറ്റും വിൻഡും ഒരു ചുഴലിക്കാറ്റിനെ പോലെയൊക്കെയുള്ള ഒരു പെട്ടെന്നുള്ളൊരു ലൈറ്റ് ഇവരുടെ മുന്നിലൂടെ കടന്നു പോയതുപോലെ ഇവർക്ക് തോന്നുകയാണ്. ആൻഡ് ഇതെന്ത് ചെയ്തു? ദാറ്റ് സ്വെപ്റ്റ് സഡൻലി ഓവർ ദ എർത്തിനെ കംപ്ലീറ്റ്ലി സ്വെപ്റ്റ് ചെയ്തു മീൻസ് എന്താ, തൂത്തുവാരി കൊണ്ടുപോയി. ആ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും കംപ്ലീറ്റ്ലി സ്വെപ്റ്റ് ചെയ്ത് ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ലെഫ്റ്റ് ദ സീ ഓഫ് ദ ഫയർ ബിഹൈൻഡ് ഇറ്റ്. അതിന് താഴെ പിന്നെ എന്തുകൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ടൊരു ഫയർ, ഒരു തീഗോളം കൂടെ എവിടെ കണ്ടു? ഒരു സീയിൽ, കടലിൽ ഉണ്ടായിരുന്നു. സോ അത്രയും മാരകമായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻസ് അവിടെ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അവർക്കിടയിൽ നിന്നുള്ള വെർബൽ, അവരുടെ ടോക്കിങ്സിലൂടെ അവരുടെ എക്സ്പീരിയൻസ് അവർ ഈ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത്രയും ഒരു ഹെവി ആയിട്ടുള്ള, അത്രയും ഒരു കാറ്റലിക്സമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും. എൻറ്റയർ ലൈഫിൽ, നോട്ട് ഓൺലി ദ ഹ്യൂമൻ ബീങ്സിനെ അല്ല, എൻറ്റയർ ലൈഫ്, ലൈക്ക് ഓൾ ദ പ്ലാനറ്റ് ആൻഡ് ട്രീസ്, അതുപോലെ അനിമൽസ്, ബേർഡ്സ്, ബിൽഡിങ്സ്, എവ്രിത്തിങ് എല്ലാം എന്ത് ചെയ്തു? ഈ ഒരു എർത്ത് അല്ലെങ്കിൽ ഈ ഒരു ബോംബാർഡിൻസിലൂടെ എന്ത് ചെയ്തു? ഹിരോഷിമയ്ക്ക് അല്ലെങ്കിൽ ജപ്പാൻസ് നഷ്ടമായിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, നോ വൺ ന്യൂ ദ ടോട്ടൽ ഓഫ് ദ ഡെഡ്. 50,000 said some, 2,000 insisted others, and there were just as many wounded and more. And of those who seemed at first to have escaped injury, thousands were dying every day with strange, new and inexplicable symptoms. And here again, എത്രത്തോളം ആൾക്കാരിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് ഇവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. നോ വൺ ന്യൂ ദ ടോട്ടൽ ഡെഡ്. ആർക്കും അറിയില്ല എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതും. പക്ഷേ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു 50,000 പീപ്പിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 20,000 പറയുന്നുണ്ട്, അതുപോലെ 50,000 ഒക്കെ പീപ്പിൾസ് ഡെഡ് ചെയ്തു. പക്ഷേ നോ വൺ ടു ബി നോ ദ എക്സാക്റ്റ്, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള
കണക്ക് അല്ലെങ്കിൽ എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതിൻ്റെ ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ദർ വർ ജസ്റ്റ് മെനി വൂണ്ടഡ്. പക്ഷേ അവിടെ കുറേ ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു, വൂണ്ടഡ് ആയിട്ടുള്ള, മുറിവ് പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഓഫ് ദോസ് ഹൂ സീംഡ് ദ ഫസ്റ്റ് ഹാവ് എസ്കേപ്ഡ് ഇഞ്ചുറി. ഇവർ ഈ ഇത്തരം മുറിവ് പറ്റിയിട്ടുള്ള ആൾക്കാർ ദേ ഹാവ് ഫസ്റ്റ് എസ്കേപ്ഡ് ഫ്രം ഇഞ്ചുറിയിൽ നിന്നും ഫസ്റ്റ് എസ്കേപ്പ് ചെയ്തെങ്കിലും തൗസൻഡ്സ് വർ ഡേയിങ് എവറി ഡേ വിത്തിൻ ദ സ്ട്രെയിഞ്ച് വിചിത്രമായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അവിടെ മരിച്ചിങ്ങനെ വീഴുകയായിരുന്നു. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഡേയിങ്, ഒരു മരണത്തിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ അവിടെ സംഭവിച്ചിരുന്നു. ആൻഡ് ന്യൂ ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ സിംറ്റംസ്, ഒരിക്കലും നമുക്ക് എക്സ്പ്ലിക്കബിൾ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സിംറ്റംസുകളൊക്കെ വന്നിട്ട് ഒരുപാട് മനുഷ്യജീവികൾ അല്ലെങ്കിൽ മനുഷ്യവർഗങ്ങളും അതുപോലെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മരിച്ചിങ്ങനെ വീഴുകയായിരുന്നു. ആ ഒരു ഹിരോഷിമയുടെ ഒരു പിക്ചർ എന്നുള്ളത് അന്നത്തെ. ഓക്കെ. On 2 September, a Japanese police brought a copy of telegram to our villa of Torizaka, for which Tokyo had not yet issued the censorship visa. Billfinger had arrived at Hiroshima on 30 August and hurriedly sent off the following disjointed report. And here again the Marcel Junaid, remember, and Marcel Junaid report ചെയ്യുന്നുണ്ട്. On 2 September, സെപ്റ്റംബർ 2 അല്ലെങ്കിൽ 2 സെപ്റ്റംബറിൽ ഒരു ജപ്പാനീസ് പോലീസ്മാൻ ബ്രോട്ട് എ കോപ്പി ഓഫ് എ ടെലഗ്രാം, ഒരു ടെലഗ്രാം കൊണ്ടുവരുന്നുണ്ട് 2 സെപ്റ്റംബർ ടു അവർ വില്ല, ഇവരുടെ വില്ലയിലേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന പ്ലേസിലേക്ക് ഒരു ടെലഗ്രാമും കൊണ്ടൊരു ജപ്പാനീസ് പോലീസ്മാൻ വരുന്നുണ്ട്. ഇൻ ടോറിസാക്ക, ഫോർ വിച്ച് ടോക്കിയോയിലാണ് അവർ താമസിക്കുന്നത്. ഹാഡ് നോട്ട് യെറ്റ് ഇഷ്യൂഡ് ദ സെൻസർഷിപ്പ് വിസ, അന്നവർക്ക് ഒരു സെൻസർഷിപ്പ് വിസയൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ബട്ട് ദ ബിൽ ഫിംഗേഴ്സ് ഹാഡ് അറൈവ്ഡ് അറ്റ് ഹിരോഷിമ ഓൺ 30 ഓഗസ്റ്റ് ആൻഡ് ഹറിയഡ്ലി സെൻറ്റ് ഓഫ് ദ ഫോളോയിങ് ഡിസ്ജോയിൻറ്റഡ് റിപ്പോർട്ട്. ബട്ട് ബിൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു പേഴ്സൺസ്, ഈ ബിൽ ഫിംഗറാണ് എന്ത് ചെയ്യുന്നത്, ഹി വാസ് ദ ഫസ്റ്റ് ഫോറിനർ വിസിറ്റ് ഇൻ ഹിരോഷിമയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫോറിനറാണ് ഈ ബിൽ ഫിംഗർ എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ, ഈ ഒരു പേഴ്സൻ്റെ കാരണം കൊണ്ടാണ് മാർസൽ ജുനൂദ് ഏബിൾ ടു റീച്ച് ദ സൈറ്റ് ഇൻ ഹിരോഷിമ നാഗസാക്കിയിലുള്ള ആ ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വാർ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ കാരണമായിട്ടുള്ളത് ആരിലൂടെയാണ്, ഈ ബിൽ ഫിംഗർ എന്ന് പറയുന്ന ഒരു പേഴ്സണിലൂടെയാണ്. ഹി വാസ് ദ ഫസ്റ്റ് ഫോറിനർ വിസിറ്റ് ഇൻ ഹിരോഷിമയിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു വിദേശിയായിരുന്നു ആര്, ബിൽ ഫിംഗേഴ്സിലൂടെയാണ് നമ്മുടെ മാർസൽ ജുനൂദിന് അയാളുടെ അല്ലെങ്കിൽ മാർസൽ ജുനൂദിൻ്റെ റെഡ് ക്രോസിൻ്റെ ഒരു അവരുടെ മിഷൻസ് അവിടേക്ക് എത്താൻ കാരണമായിട്ടുള്ളത്, ഹെൽപ്പുമായിട്ട്. സോ അങ്ങനെ ബിൽ ഫിംഗേഴ്സ് ഹിരോഷിമയിലേക്ക് എത്തുന്നത് 30 ഓഗസ്റ്റിലാണ്. ആൻഡ് ഇവരുടെ കൂടെ എന്തുണ്ട്, അല്ലെങ്കിൽ ഈ ബിൽ ഫിംഗേഴ്സിൻ്റെ അടുത്തൊരു ഇൻഫോർമേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ടെലഗ്രാംസ് അയക്കുകയാണ് അവർ. ആ ഒരു ടെലഗ്രാംസിൻ്റെ റിപ്പോർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡിസ്ജോയിൻറ്റഡ് റിപ്പോർട്ടാണ്. ടെലഗ്രാം നമുക്കറിയാം ഡീറ്റെയിലായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതാൻ കഴിയില്ല, ജസ്റ്റ് പോയിൻ്റായിട്ട് മാത്രമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ ടെലഗ്രാംസിൻ്റെ റിപ്പോർട്ടാണ് താഴെ ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ലുക്ക് ദർ. എന്തായിരുന്നു ആ ടെലഗ്രാമിൽ ബിൽ ഫിംഗേഴ്സ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Situation horrifying. The 90% of town razed, all hospital destroyed and severely damaged. Have visited 2 professional hospitals. Condition indescribable. Bomb effect mysterious. Many victims apparently recovering suddenly experience fatal relapse owing to degenerations of white corpuscles and other internal injuries. Death still occurring in a great നമ്പേഴ്സ്. ആൻഡ് ഈ ഒരു ടെലഗ്രാമിലൂടെ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ലെറ്റർ പോലെ ഇങ്ങനെ ഓരോ സെൻറ്റൻസ് ഒരുപാട് എഴുതാൻ കഴിയത്തില്ല. ഈ ടെലഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രമേ അതിൽ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ പോയിൻ്റ് ആയിട്ടാണ് കുറച്ചായിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഫസ്റ്റ് പറയുന്നത് സിറ്റുവേഷൻ വാസ് ഹൊറിഫൈങ്.
90% ടൗൺ റൈസർ, ഒരു 90% ടൗൺസുകളൊക്കെ ആകെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾ ഹോസ്പിറ്റൽ ഡിസ്ട്രോയിഡ്, എല്ലാ ഹോസ്പിറ്റൽസും ഡിസ്ട്രോയ് ചെയ്തു, സിവിയർലി ഡാമേജ്ഡ്, തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ട്. ആൻഡ് ഹാവ് വിസിറ്റഡ് 2 പ്രൊവിഷണൽ ഹോസ്പിറ്റൽ, ആകെ 2 പ്രൊവിഷണൽ ഹോസ്പിറ്റൽസിൽ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രൊവിഷണൽ ഹോസ്പിറ്റലാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടീഷൻ എന്നത് ഇൻഡിസ്ക്രൈബിൾ, നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ആൻഡ് ബോംബ് എഫക്ട് ദ മിസ്റ്റീരിയസ്, ഈ ബോംബിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മിസ്റ്റീരിയസ് ആണ്, വിചിത്രമാണ്. ഒരുപാട് ആൾക്കാർ ഓരോ മിനിറ്റിനുള്ളിലും എന്തൊക്കെയോ സിംറ്റംസ് വന്നിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് രീതിയിലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഓരോ മിനിറ്റ് ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുകയാണ് തെരുവിലൊക്കെ. ആൻഡ് മെനി വിക്ടിംസ് വർ അപ്പാരൻലി റിക്കവർ സഡൻലി, പെട്ടെന്ന് ചില വിക്ടിംസുകൾ, ചില ഇരയായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെങ്കിലും സഡൻലി പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് എ ഫേറ്റൽ റിലാപ്സ്, വീണ്ടും റിക്കവർ ചെയ്ത വിക്ടിംസ് വീണ്ടും എന്തൊക്കെയോ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് വീണ്ടും അവർ എന്ത് ചെയ്യും, ഡീജനറേഷൻസ് ഓഫ്, അപ്പോൾ വീണ്ടും അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ട് വീണ്ടും കൊളാപ്സ് ആയിട്ട് പോവുകയാണ്, മരിച്ചു വീഴുകയാണ്. ആൻഡ് ഡീജനറേഷൻസ് ഓഫ് വൈറ്റ് കോപ്സ്ലെസ്, അതായത് വൈറ്റ് കോപ്സ്ലെസിൻ്റെയൊക്കെ ഡീജനറേഷൻസ്, അതിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷൻസ്, അതുപോലെ അതർ ഇൻറ്റേർണൽ ഇഞ്ചുറീസ്, മറ്റ് ഒരുപാട് ഇൻറ്റേർണൽ ആന്തരികമായിട്ട് പറ്റിയിട്ടുള്ള ഒരുപാട് മുറിവുകളൊക്കെ ഉള്ള ഒരുപാട് ജന്തുജാലങ്ങൾ ഇങ്ങനെ കടക്കുന്ന ഒരു ഹൊറിഫൈങ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ ടെലഗ്രാമിലൂടെ എന്ത് ചെയ്യുന്നത്, ബിൽ ഫിംഗർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഡെത്ത് സ്റ്റിൽ ഒക്വറിങ് ദ ഗ്രേറ്റ് നമ്പേഴ്സ്, മരണം എന്ന് പറയുന്നത് വളരെ രീതിയിൽ തന്നെ ഗ്രേറ്റ് നമ്പേഴ്സിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. മോർ ദാൻ 1 lakh വിക്ടിംസ് സ്റ്റിൽ ഇൻ പ്രൊവിഷണൽ ഹോസ്പിറ്റൽസ് നൈബർഹുഡ്, ഒരു 1 lakh ഓഫ് പീപ്പിൾ പ്രൊവിഷണൽ ഹോസ്പിറ്റൽ, അവിടെയുള്ള ഒരു പ്രൊവിഷണൽ ഹോസ്പിറ്റൽസിൽ തന്നെയുണ്ട്. ആൻഡ് ഗ്രേവ് ഷോർട്ടേജ് ഓഫ് ദ മെറ്റീരിയൽസ്, ബാൻഡേജ്, മെഡിക്കമെൻറ്റ് ആൻഡ് അലീഡ് ഹൈ കമൻഡ് സപ്ലീസ് ഹി parachuted immediately into the central towns. പിന്നെ ഒരുപാട് ഗ്രേവ് ഷോർട്ടേജസ് ഓഫ് ദ മെറ്റീരിയൽസിൻ്റെ ഒരുപാട് കുറവ് കാരണമുണ്ട്, ബാൻഡേജുകളുടെ കുറവ്, അതുപോലെ തന്നെ മെഡിക്കലായിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും മറ്റ് വസ്തുക്കളുടെയൊക്കെ ഒരു ഷോർട്ടേജ് അവിടെയുണ്ട്. പിന്നെ ഏറ്റവും ഹൈലി കമൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പാരച്യൂട്ടിലൂടെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, സെൻട്രൽ ടൗണിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ. ആൻഡ് ഏർജൻ്റ്ലി നീഡ് ലാർജ് സപ്ലീസ് ബാൻഡേജ്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വേണം, ബാൻഡേജ് വേണം, കോട്ടൺ വൂൾ വേണം, ഓയിൻമെൻറ്റ് ഓഫ് ബേൺസ്, മുറിവുകളൊക്കെ ബേൺ ചെയ്യെങ്കിലും മുറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റ്, അതുപോലെ സൾഫമൈഡ്സ്, ബ്ലഡ് പ്ലാസ്മ, ട്രാൻസ്ഫ്യൂഷൻ കിറ്റ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കിറ്റാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ അതിലുണ്ടാകും, മെഡിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ഇതിൻ്റെയൊക്കെ എന്തുണ്ട്, കുറവുകൾ അവിടെ ഇപ്പോഴുണ്ട്, ഇല്ല സാധനം വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ നെസസറി, ഇതിന് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ടെലഗ്രാം ബിൽ ഫിംഗർ അയച്ചിട്ടുള്ളത്. സോ ഹിയർ ദ മാർസൽ ജുനൂദിനി ഒരു ടെലഗ്രാം കിട്ടിയതിന് ശേഷം ഐ ടുക്ക് ദിസ് ടെലഗ്രാം ആൻഡ് ദ ഫോട്ടോഗ്രാഫ് വിച്ച് I still had in my possession, went at the once to the Yokohama Chamber of Commerce where the General MacArthur had installed himself and his staff. ആൻഡ് ഇവിടെ ഈ മാർസൽ ജുനൂദിന് ഈ ഒരു ടെലഗ്രാം ബിൽ ഫിംഗറിൻ്റെ ടെലഗ്രാം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു, ടെലഗ്രാമിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും പിക്ചറും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്കറിയാം, വി ക്യാൻ സേ ദാറ്റ് പിക്ചർ സ്പീക്ക് മോർ ദാൻ വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു വാക്കുകളെക്കാളും ഒരു പിക്ചറിന് അല്ലെങ്കിൽ ഒരു ഇമേജസിന് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള കുറച്ച് പിക്ചേഴ്സും ഈ ഒരു ഹിരോഷിമയിലൊക്കെ അല്ലെങ്കിൽ നാഗസാക്കിയിലൊക്കെയുള്ള അവസ്ഥ കാണിച്ചുകൊണ്ടൊരു പിക്ചറും ബിൽ ഫിംഗർ ഈ ഒരു ടെലഗ്രാമിൻ്റെ കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർസൽ ജുനൂദ് എന്ത് ചെയ്തു, ഹീ ടുക്ക് ദ ടെലഗ്രാം ആൻഡ് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് ഹീ വെൻറ്റ് ടു അറ്റ് യോക്കോഹാമ ചാമ്പേഴ്സ്. അവിടെ ജനറൽ മാക് ആർത്തർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ജനറൽ മാക് ആർത്തർ എന്ന് പറയുന്നത് ആക്ച്വലി
നമുക്കറിയാം ഹു വാസ് എൻ അമേരിക്കൻ ജനറലാണ്, ബട്ട് ഹി ഇൻസ്റ്റാൾഡ് ഇൻ യോക്കോഹാമ. യോക്കോഹാമ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ജപ്പാൻസിന് തന്നെ ഒരു സ്ഥലമാണ്, അവിടെ അമേരിക്കൻ ജനറൽ ആണെങ്കിലും അവിടെയാണ്, അല്ലെങ്കിൽ ജപ്പാനിലാണ് ഇയാളുടെ ചേംബർ ഉള്ളത്. ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നുണ്ട്. ജനറൽ മാർക്ക് ആർത്തർ ഹാഡ് ഇൻസ്റ്റാൾഡ് ഹിംസെൽഫ് ആൻഡ് ഹിസ് സ്റ്റാഫ്. അപ്പോൾ വെൻ ദ ജുനൂദ് ഗെറ്റ് ദ ടെലഗ്രാം, ഇമ്മീഡിയറ്റ്ലി ഹി വെൻറ്റ് ടു ദ ചേംബർ ഓഫ് മാർക്ക് ആർത്തർ. മാർക്ക് ആർത്തറിൻ്റെ ചേംബറിലേക്ക് പോവാണ്. ഹി വാസ് അമേരിക്കൻ ജനറലാണ്, ആൻഡ് ഹി സിറ്റുവേറ്റഡ് ഇൻ ജപ്പാനിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് എനി ആക്ഷൻ ടു ഡിറ്റ്. അവർക്ക് എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യണം ഉണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ദ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ പെർമിഷൻ ഫ്രം ജനറലിൽ നിന്നും അവർക്ക് പെർമിഷൻസ് കിട്ടണം. ഇനിയിപ്പോൾ തുടർന്നുള്ള, അല്ലെങ്കിൽ ജപ്പാൻസിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലെയും ഈ സിറ്റുവേഷൻസ് കണ്ടിട്ട് അതെങ്കിൽ അവർക്ക് ഫോളോയിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർസൽ ജുനൂദിന് എന്ത് കിട്ടണം? പെർമിഷൻസ്. ദേ വിൽ ഗെറ്റ് ദ പെർമിഷൻ ഫ്രം മാർക്ക് ആർത്തർ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മാർക്ക് ആർത്തറിൽ നിന്നും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഹി വെൻറ്റ് ടു ദ യോക്കോഹാമയിലേക്ക് പോയിട്ടുള്ളത്. ഫോർ ഹിസ്, അവരുടെ ഈ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് റെഡ് ക്രോസിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയുടെ മിഷൻസ് ഇവർക്ക് എവിടേക്ക് കൊണ്ടുപോകാനും, ഹിരോഷിമയിലേക്ക് കൊണ്ടുപോകാനും, അവിടുത്തെ ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു പെർമിഷൻസിന് വേണ്ടിയിട്ടാണ് ഹി വെൻറ്റ് ടു ദ ജനറൽ ബൈ, അല്ലെങ്കിൽ വിത്ത് ദിസ് ടെലഗ്രാം ആൻഡ് photograph. Okay, thank you.